നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിറിയയുടെ പതനത്തെക്കുറിച്ചാണ്. സിറിയയുടെ പതനം എന്ന് നമ്മൾ പറയുമ്പോൾ സിറിയയുടെ പതനമല്ല, അസദിൻ്റെ ഭരണകൂടത്തിൻ്റെ പതനമാണ്. അസദ് 20 കൊല്ലമായിട്ട് സിറിയയെ അടക്കി ഭരിക്കുകയായിരുന്നു. അയാളുടെ കിരാതഭരണം സിറിയക്കാർക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ വിമതർ സിറിയയിലുള്ള അസദ് ഭരണകൂടത്തിനു നേരെ ആഞ്ഞടിച്ചു. പക്ഷേ ഈ വിമതർ ആഞ്ഞടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വിമതർ പതുങ്ങിയിരിക്കുകയായിരുന്നു. വിമതർ ആരാണെന്ന് വെച്ചാൽ സുന്നികളാണ്. പക്ഷേ ഈ സുന്നികൾക്ക് അമേരിക്കയുടെ വൻ സഹായം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കുർദ് വംശജരായ ആളുകളും ഈ സേനയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇറാൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു അസദ് ഭരണകൂടം രംഗത്തുണ്ടായിരുന്നത്. അവർക്ക് പിന്നെ അടിസ്ഥാനപരമായിട്ട് റഷ്യയുടെയും അതുപോലുള്ള മറ്റു രാജ്യങ്ങളുടെയും സഹായങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ റഷ്യക്ക് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ സാധ്യമല്ലതാണ്. അവിടെ ഇസ്രായേൽ വന്നിട്ട് ഹിസ്ബുള്ളയെ തകർത്ത് തർപ്പണമാക്കിയത് മൂലം ഹിസ്ബുള്ള പൊതുരംഗത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അസദിൻ്റെ വലങ്കൈ മുറിഞ്ഞു എന്നത് വേണമെങ്കിൽ പറയാം. ഹിസ്ബുള്ളയായിരുന്നു ഇസ്രായേലിന് വൻ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് എന്നതുകൊണ്ട് ഇനി വരുന്ന ഭരണകൂടം ഇസ്രായേലുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോചിതരായിട്ടുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് വൻ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിറിയയിൽ. അവിടുത്തെ ജനങ്ങൾക്ക് വളരെ സന്തോഷമായി. അവർ അസദിൻ്റെ ടൗണിലൊക്കെ വെച്ചിരുന്ന എല്ലാ പ്രതിമകളും എടുത്ത് നിലത്ത് അടിച്ച് ഉടച്ച് തർപ്പണമാക്കി എന്നുള്ളതാണ് കേൾക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചൊരു വൻ ഏറ്റുമുട്ടലിൻ്റെ ആവശ്യം വന്നില്ല. അലപ്പോ നഗരം പിടിച്ചടക്കി. അതാണ് രണ്ടാമത്തെ നഗരവും അവർ ആദ്യം തന്നെ പിടിച്ചടക്കിയിരുന്നു. ഇങ്ങനെ പ്രധാന നഗരങ്ങളൊക്കെ പിടിച്ചടക്കിക്കൊണ്ട് അവരിങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇവരെ അടിച്ചൊതുക്കിയിരുന്നത് ആദ്യം അസദിൻ്റെ ഭരണകൂടമായിരുന്നു. അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തിരുന്നത് ഇറാനായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഇത് ചെയ്യാൻ കാരണം തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സമർത്ഥമായ കരുനീക്കങ്ങളോട് കൂടിയിട്ടാണ് ഈ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരു സിമ്പിൾ ഒരു അമാസ് എന്നതിൽ ഒതുങ്ങി നിൽക്കുന്ന യുദ്ധമല്ല ഇത്. വളരെ ഉറപ്പാണ്. വളരെ കാലങ്ങളായിട്ട് അമേരിക്കൻ സഹായമുള്ള കമ്പനിയ അത് വിമത ഗ്രൂപ്പ് എന്നാണ്. ഇവിടെ നമുക്കറിയാം, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ വിവിധ ഗ്രൂപ്പുകളെ സഹായിക്കാനും വിവിധ വലിയ വലിയ രാജ്യത്തിൻ്റെ സഹായങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും നിയന്ത്രിക്കുന്നതൊക്കെ. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവിനെ അവിടെ വെക്കും. ഇപ്പോൾ മുൻകാലങ്ങളിൽ അൽഖ്വയ്ദുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്, അമേരിക്കൻ തടവുകാരനൊക്കെ ആയിരുന്നു കുറച്ചു കാലമൊക്കെ. ഇനി അയാളാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോലാനി എന്നാണ് അയാളുടെ പേര്. ഈ ഗോലാനി ആവട്ടെ പിന്നെ വളരെ കാലം മുമ്പ് തന്നെ ഇവിടെ സിറിയയിൽ വന്നിട്ട് അൽഖ്വയ്ദയുടെ ശാഖ തുടങ്ങുകയുണ്ടായത്. ശരിയത്ത് ഭരണ നിയമം അവിടെ കൊണ്ടുവരുമെന്നാണ് ഇയാൾ പറയുന്നത്. ഇവിടെ അസദിൻ്റെ മന്ത്രി ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ തൽക്കാലം എന്താ ചെയ്തു വെച്ചാൽ, ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളാണ്, എനിക്ക് എവിടേക്കും തന്നെ പോകാൻ സാധ്യമല്ല,
എനിക്ക് അഭയം തരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളുമായി സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പിന്നെ ഈ അസദിൻ്റെ മന്ത്രി തുറന്നു പറയുകയുണ്ടായി. അയാൾ അയാളെ നയം വ്യക്തമാക്കി. ഇവിടെ അസദും കുടുംബവും കൂടിയിട്ട് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നാണ് കഴിഞ്ഞത്. കുറച്ച് സമയമൊക്കെ റഡാറിൽ വിമാനം പതിഞ്ഞിരുന്നെങ്കിലും പിന്നീട് കാണാൻ സാധിച്ചില്ല. മിക്കവാറും അയാൾ പോയിരിക്കുന്നത് ഇറാനിലേക്കായിരിക്കാനാണ് സാധ്യത എന്ന് വിദഗ്ധർ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനികളാകെ ഭയപ്പെട്ടിട്ടിരിക്കുകയാണ്. ഈ ശരീഅത്ത് നിയമം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടുവൊടിയോ എന്നുള്ളതാണ്. അപ്പോൾ ഗോലാനി പറയുന്നത് എന്താ വെച്ചാൽ ശരീഅത്ത് നിയമം പ്രകാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒക്കെ വളരെ നല്ലൊരു രീതിയിലുള്ള ഭരണമാണ് ഞാൻ മുന്നോട്ട് വെക്കുക എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇറാൻ്റെ സഹായത്തോടെ നിന്നിരുന്ന അസദിൻ്റെ ഭരണകൂടം വീഴാൻ കാരണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വിമതർ നേരെ ചെന്നിട്ട് ഇറാൻ്റെ എന്താ പറയുക ഈ അവിടെ ഉണ്ടായിരുന്ന ഓഫീസുകളൊക്കെ തല്ലിപ്പൊളിക്കുകയും ഒക്കെ ചെയ്തു, നശികുശിയാക്കിയിരിക്കുകയാണ്. ഒരു വൻ ഏറ്റുമുട്ടലിൻ്റെ ആവശ്യം അവിടെ വന്നിട്ടില്ല, ചോരക്കളിയൊന്നും അധികം നടന്നിട്ടില്ല. ഈ വിമതർ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു അറ്റാക്ക് നടത്തിയപ്പോൾ മറ്റവർ ഓട്ടോമാറ്റിക്കായിട്ട് പത്തി താഴ്ത്തുകയാണ് ചെയ്തത്. അതായത് അസദിൻ്റെ ഭരണകൂടം വിമതരെ നേരിട്ടിട്ടില്ല, ആയുധം വെച്ച് കീഴടങ്ങിയ പോലെ അവരോട് സഹകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അസദിൻ്റെ ഭരണം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. 20 കൊല്ലമായിട്ട് അവരെ അടക്കി ഭരിക്കുകയായിരുന്നു. സ്വന്തം പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇസ്രായേലിന് നേരെ അവിടെ പല കുബുദ്ധികളെ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിന് നേരെ നീങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലികൾ കൂട്ടത്തോടെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയെ അടിച്ചൊതുക്കി ഈ ഭരണകൂടം ഇവിടുന്ന് മാറണം എന്നായിരുന്നു ഇവരുടെ അജണ്ട. ചൈന മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് വെച്ചാൽ അവർക്ക് ഈ അസദിൻ്റെ ഭരണകൂടം അവിടുന്ന് പോകുന്നതിൽ വലിയ അതൃപ്തി പ്രഖ്യാപിച്ചു. പിന്നെ അമേരിക്ക പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇടപെടുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊന്നും നേരമില്ല, നമ്മളൊന്നുമല്ല ഇതിൻ്റെ ആൾ എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചത്. സത്യത്തിൽ അമേരിക്കൻ സഹായം തന്നെയാണ് അവിടെയുള്ള വിമത ഗ്രൂപ്പിന് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് എല്ലാ രാഷ്ട്രീയ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ശരി, ഇനി നടക്കാൻ പോകുന്നത് സിറിയയിൽ ഇസ്ലാമിക ഭരണമായിരിക്കും, ശരീഅത്ത് നിയമമായിരിക്കും. ഈ ശരീഅത്ത് നിയമം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഭയങ്കരമായ നിയമ സംവിധാനമൊന്നുമല്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് രാജ്യത്തും അതങ്ങനെ തന്നെയുള്ള വരാൻ പാടുള്ളൂ. എന്തിനാണ് കോടതി എന്ന് പറയുന്നത്? അതായത് നല്ല പെർഫെക്റ്റായിട്ടുള്ള ഒരു ഭരണ രീതിയായിരിക്കും ഈ ശരീഅത്ത് നിയമമുള്ള രാജ്യത്ത് എന്നുള്ളത് ഉറപ്പാണ്. ഇതൊന്നും വോട്ടെടുപ്പിലൂടെ അല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന അവിടെയൊക്കെ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ രാജ്യഭരണങ്ങൾ അതിൻ്റെ മെത്തേഡിലാണ് ഓരോ നേതാക്കന്മാരെയും തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന മന്ത്രി മുൻകാലഘട്ടങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടെയായിരുന്നു എന്നൊരു ഒരു ആർഗ്യുമെൻറ്റ്സ് ജനങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായിരുന്നു, കുറേ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന മന്ത്രി, ഈ മന്ത്രി അവിടെ വരുമ്പോൾ ആകെ 2 പ്രാവശ്യമാണ് പത്രമാധ്യമങ്ങൾക്കൊക്കെ മുഖം കൊടുത്തിട്ടുള്ളത് കുറേ കാലം മുമ്പ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഇപ്പോഴാണ് ഇയാൾ യഥാർത്ഥത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്.
അപ്പോൾ അസദിൻ്റെ ഭരണകൂടം അവിടുന്ന് പോയതിന് ശേഷം അവിടെ രംഗപ്രവേശം ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കുകയാണ്. അസദിന് പ്രൊട്ടക്ഷൻ നൽകാൻ സാധ്യത ഇറാൻ തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ യാതൊരു സാധ്യതയില്ല. കാരണം അതൊക്കെ ഇസ്ലാമികമായ ഭരണകൂടമുള്ള സ്ഥലമാണ്. ഈ ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടമില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഷിയ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇറാനിൽ മാത്രമേ സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഷിയ ആയ ഇയാൾ അവിടെ പോയിട്ട് അഭയം പ്രാപിക്കാൻ തന്നെയാണ് സാധ്യത. ഇയാളും ഭാര്യയും മക്കളും ഒക്കെ സ്ഥലം വിട്ടിരിക്കുന്നു. മന്ത്രി മാത്രം സ്ഥലം വിട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇതിനു മുമ്പ് പല ഗ്രൂപ്പുകളുടെ കയ്യിലായിട്ട് കിടന്നിരുന്നു എന്നുള്ളതാണ് ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് പ്രാന്തപ്രദേശങ്ങളൊക്കെ തന്നെ പലവിധ പാർട്ടികളുടെ കയ്യിലും ആണ്. അപ്പോൾ അവിടെ ഓരോരോ ഗ്രൂപ്പുകൾ അതിനായിട്ട് രംഗത്ത് വന്നിട്ട് നിന്നിരുന്നതാണ്. അതിൽ മികച്ചു നിന്നിരുന്ന ഗ്രൂപ്പാണ് ഈ വിമത ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ വിമത ഗ്രൂപ്പിനെ പിന്തുണച്ചു കൊണ്ടിരുന്നത് ഇസ്ലാമിക സ്റ്റേറ്റുകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതിയോഗികൾ ഈ അസദിൻ്റെ ഭരണകൂടമായിരുന്നു. അയാളെ പിന്തുണച്ച് നിർത്തിയിരുന്നത് ഇറാനായിരുന്നു. ഇറാൻ്റെ വിവിധ ഉദ്ദേശങ്ങൾ ഒക്കെ തന്നെ നടക്കാതെ പോയത് ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ കാരണമാണ്. ഇസ്രായേൽ ഇതെല്ലാം ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത് തന്നെ. ഇതൊക്കെ തന്നെ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെ ഒരു ലെവലിപ്പോൾ ഇങ്ങനെ കാണാണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ വരാൻ പോകുന്നത് സിറിയയിൽ ഇസ്ലാമിക ഭരണമാണ്. ഇതുവരെ അസദ് വരുന്നതിനേക്കാൾ മുമ്പ് അവർ ക്രിസ്ത്യൻ മതക്കാരായിരുന്നു. ഏറെയും ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. എന്തായാലും ശരി, ഏത് രാജ്യമായാലും ശരി, നല്ല രീതിയിൽ ഭരണങ്ങൾ മുന്നോട്ട് പോവുക, യുദ്ധങ്ങളില്ലാതിരിക്കുക എന്നുള്ള തന്നെയാണ് എല്ലാവിധ രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് റഷ്യ ഇടപെടേണ്ടതായിരുന്നു. പക്ഷേ റഷ്യക്ക് ഇവിടെ ഉക്രൈനുമായുള്ള പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉക്രൈനുമായുള്ള പ്രോബ്ലമാണ് ആദ്യം തുടങ്ങി വെച്ചത് എന്നതുകൊണ്ട് തന്നെ ഇത് ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ലെവലിലേക്ക് കൊണ്ടുവന്നത് വളരെ തന്ത്രപരമായ ഒരു നീക്കങ്ങൾ തന്നെയായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി. ഈ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.